Hi all. Welcome to my channel. നമുക്ക് ഈ വീഡിയോ എന്ന് പറയുന്നത് ഹൗ ടു റീഡ് പ്രൈസ് പാർട്ട് 2 ആയിരിക്കും. അതായത് എങ്ങനെ പ്രൈസ് ആക്ഷൻ വെച്ച് റീഡ് ചെയ്യാന്നുള്ളതിൻ്റെ സെക്കൻഡ് വീഡിയോ ആണിത്. ഫസ്റ്റ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇഫ് യു ഹാവ് ബീൻ വാച്ച് ദാറ്റ്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഗോ ആൻഡ് വാച്ച് ഇറ്റ്. ഓക്കെ, സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ മെയ് 14th, അതായത് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് മെയ് 15th യെസ്റ്റർഡേസ് പ്രൈസ് ആക്ഷൻ. 14th പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ്, എന്താണ് സംഭവിച്ചത്, നമുക്ക് ജസ്റ്റ് ഒരു നറേറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, അപ്പം ES അതായത് ഇവിടെ US 500 എന്നാണ് കാണുന്നത്. അത് ESന്റെ CFD വേർഷൻ ആണ്. അപ്പോൾ സ്റ്റോണിന്റെ ചാർട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓവറോൾ പ്രൈസ് ആക്ഷൻ നോക്കുക വെച്ച് കഴിഞ്ഞാൽ ഹയർ ടൈം ഫ്രെയിം എടുത്ത് നോക്കുക. എന്നിട്ട് നോക്കുമ്പോൾ ഓവറോൾ പ്രൈസ് ഇസ് ബുള്ളിഷ്. ഓക്കെ, ജസ്റ്റ് പ്രൈസ് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് മേലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അല്ലാതെ അതാണ് പ്രൈസിന്റെ ഓവറോൾ നേച്ചർ. അപ്പം ഈ ഒരു സാധനം പ്രൈസിന് എപ്പോഴും എന്താ പറയുക, പ്രൈസിന്റെ എല്ലാ ഒരു മൂവ്മെന്റിലും ഇത് റിഫ്ലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഹയർ ടൈം ഫ്രെയിമിൽ ബുള്ളിഷ്നെസ് ആണ് കാണിക്കുന്നത്. ബാരിഷ്നെസ്സിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം എല്ലാ ലോസും ഇവിടെ എന്താ പറയുക പ്രൊട്ടക്ട് ചെയ്ത് പോവാണ്. ഹയർ ഹൈസ് ആണ് ബ്രേക്ക് ചെയ്ത് പോകുന്നത്. ആ സിനാരിയോനാണ് ബുള്ളിഷ് മൂവ്മെന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പം നമ്മൾ എന്താ പറയാ, ഇന്നലെ മാർക്കറ്റ് ഓപ്പൺ, അതായത് ന്യൂയോർക്കിലായിരിക്കും നിങ്ങളെല്ലാവരും ട്രേഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതല്ലെങ്കിൽ ന്യൂയോർക്കാണ് ഏറ്റവും അടിപൊളി ടൈം ഫ്രെയിം ആക്ച്വലി ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾ ന്യൂയോർക്കിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. പിന്നെ ഏഷ്യ, ലണ്ടൻ എന്നൊക്കെ പറയുന്നത് ഒന്ന് അക്യുമുലേറ്റീവ് ഫേസ് ആണ്, ഒന്ന് മാനിപ്പുലേറ്റീവ് ഫേസ് ആണ്. അപ്പൊ ഇത് രണ്ടും ട്രേഡ് ചെയ്യാൻ അത്ര അടിപൊളിയല്ല, ടു ബി ഓണസ്റ്റ്. ഡിസ്ട്രിബ്യൂഷൻ ഫേസ് എപ്പോഴും നമുക്ക് കിട്ടുക ന്യൂയോർക്ക് മോർണിംഗിലാണ്. സോ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ന്യൂയോർക്ക് മോർണിംഗ് ആണ്. നിങ്ങൾ വേറെ ടൈം ഫ്രെയിം ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. പ്രൈസ് ആക്ഷൻ അടിപൊളിയായിട്ട് വർക്ക് ആവുന്നത് ഈ ഒരു ടൈം ഫ്രെയിമിലാണ്. ഓക്കെ, നമ്മൾ ലോ ടൈം ഫ്രെയിമിലേക്ക് വന്ന് നോക്കുമ്പോൾ നമുക്ക് ഇന്നലെ ആക്ച്വലി എന്താ പറയാ, ഒരു രണ്ട് കീ ലെവൽസ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോ, അതായത് സെൽ സൈഡിൽ നമുക്ക് ഓപ്പണിങ്ങിന്റെ അവിടെ ഒരു ലോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സെൽ സൈഡിലെ ലോയും പിന്നെ മാർക്കറ്റ് ഓപ്പണിങ്ങിന്റെ മുന്നേ ഒരു ഹൈയും, ഈ ഒരു ഡെയിലി ഹൈ. അപ്പം എന്താ പറയുക, ICT വെച്ചിട്ട് അല്ലെങ്കിൽ ICT പ്ലസ് പ്രൈസ് ആക്ഷൻ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓവറോൾ പ്രൈസ് ബുള്ളിഷ് ആണ്. ഓക്കെ, അതിൽ മാറ്റമില്ല. പിന്നെ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ലൈക്ക് ഏതെങ്കിലും ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു എൻട്രി അല്ല നമ്മൾ കൺസിഡർ ചെയ്തത്. സിഗ്നിഫിക്കൻറ്റ് ഹൈ ബ്രേക്ക് ചെയ്തിട്ട് അവിടെ നിന്നുള്ള പ്രൈസിന്റെ റിയാക്ഷൻ നോക്കിയിട്ടാണ് നമ്മളെപ്പോഴും എന്താ പറയുക ട്രേഡിലേക്ക് എൻ്റർ ആവുന്നതും നമ്മൾ ട്രേഡ് കൺസിഡർ ചെയ്യുന്നതും എൻ്റർ ചെയ്യുന്നതും പിന്നെ അത് മാനേജ് ചെയ്യുന്നതും എല്ലാം. ഓക്കെ, അപ്പം ഈ ഒരു സിനാരിയോയിൽ നമ്മൾ 9:30 ഓപ്പൺ ക്യാൻഡിലിന്റെ 50 മിനിറ്റ്സ് ക്യാൻഡിലാണിത്. പ്രൈസ് അതിന് മുന്നേ ഇവിടെയായിരുന്നു. പ്രൈസ് ഭയങ്കര ബുള്ളിഷ്നെസ് ബാരിഷ്നെസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ 9:30 ഓപ്പണിന് ശേഷം മാത്രം എന്താ പറയുക എൻട്രി എന്നുള്ള സാധനം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സോറി, അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ മാനിപ്പുലേഷൻസ് അങ്ങനെ അങ്ങ് ഒഴിവാക്കാൻ പറ്റും. കാരണം ഈ ഓപ്പണിംഗ് ക്യാൻഡിൽ പൊതുവേ മാനിപ്പുലേറ്റീവ് ആയിരിക്കും. അപ്പം എന്താ പറയാ, ജസ്റ്റ് ഒരു 1 മിനിറ്റ് തന്നെ ലോയും എന്താ പറയാ സെൽ സൈഡും ബൈ സൈഡും ഒരുമിച്ചെടുത്തിട്ട് പിന്നെ പ്രൈസ് ആക്ഷൻ ഓക്കെ ഡെലിവറി തരുന്ന സിനാരിയോസ് ഉണ്ട്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 9:30 ഓപ്പണിന് ശേഷം മാത്രം എൻട്രി എന്നുള്ള സാധനം, അല്ലെങ്കിൽ നമ്മുടെ എൻട്രി എന്നുള്ള സാധനം പ്ലാൻ ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ 50 മിനിറ്റ്സ് ക്യാൻഡിലാണ് നമ്മൾ ഇന്നത്തെ ഹൈ ടൈം ഫ്രെയിം ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, 50 മിനിറ്റ്സ് ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ആയി, പ്രൈസ് ജസ്റ്റ് മേലോട്ട് പോയി, ഇറ്റ് വെന്റ് ഹയർ ആൻഡ് ബ്രോക്ക് ദിസ് ഡെയിലി ഹൈ പ്രൈസ് ബ്രേക്ക് ചെയ്തു. അപ്പം ആ ക്യാൻഡിൽ ക്ലോസിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കുമ്പോൾ ഈ ബാരിഷ്നെസ് ആണ് ഇവിടെ കാണുന്നത്. അത് ക്ലിയർ ആയിട്ട് ലൈക്ക് ഒരു സ്ട്രോങ് മൂവിൽ എന്താ പറയാ ഇത് എടുത്തിട്ടുണ്ട്. ലൈക്ക് ആ ഒരു ഓപ്പണിംഗ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോ ടൈം ഫ്രെയിമിലേക്ക് എന്നിട്ട് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ 9:30 ക്യാൻഡിൽ ക്ലോസ് ചെയ്യപ്പോഴാണ് 50 മിനിറ്റ്സ് ക്യാൻഡിൽ 9:45 ഇവിടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പം നമുക്ക് എന്തൊക്കെയാണ് മാർക്കറ്റിൽ കറന്റ് ഉള്ളത്. അതായത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങളൊരു ഫിക്സഡ് ബയാസ് ആയിട്ട് ഒരിക്കലും മാർക്കറ്റിലേക്ക് വരാതിരിക്കുക. അതായത് മാർക്കറ്റ് ഓപ്പണിന്റെ മുന്നേ
ഇന്ന് ബുള്ളിഷ് ആയിരിക്കും അല്ലെങ്കിൽ ഇന്ന് ബെയറിഷ് ആയിരിക്കും എന്നുള്ള സാധനം മാർക്കറ്റിൽ നിങ്ങൾക്ക് ബയാസ് ഉണ്ടാകുന്നതല്ല, പക്ഷെ അതിൽ ഫിക്സഡ് ആയിട്ട് ഇരിക്കാതിരിക്കുക. അത് മാനിപ്പുലേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണുള്ളത്? ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഇതിൽ ഏത് ഫെയർ വാല്യൂ ഗ്യാപ്പ് കൺസിഡർ ചെയ്യണം? എൻ്റെ അടുത്ത് വരുന്ന അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന ആൾക്കാരിൽ, എൻ്റെ മെന്റർഷിപ്പിലുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് വരുന്ന ഒരു സംഭവമാണ് മൾട്ടിപ്പിൾ ഫെയർ വാല്യൂ ഗ്യാപ്സ് വരുമ്പോൾ ഇതിൽ ഏത് കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പം ഈ ഒരു സിനാരിയോയിൽ നോക്കുവാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറന്റ് മാർക്കറ്റ്, അതായത് ഓവറോൾ മാർക്കറ്റിന്റെ ബയാസ് പറയുന്നത് ബുള്ളിഷ്നെസ് ആണ്. ബുള്ളിഷ്നെസ് എന്നുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഫെബിനാച്ചി എടുക്കുന്നു, നമ്മൾ ഈ 2 ഹൈസും ലോസും മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പം മാർക്ക് ചെയ്തതിന് ശേഷം ഇപ്പം ബുള്ളിഷ്നെസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്നൊരു തമ്പ് വൺ റൂളാണ്, ഡിസ്കൗണ്ടിൽ മാത്രമേ നമ്മൾ സാധനം മേടിക്കാവൂ. അതേപോലെ വിൽക്കുവാണെങ്കിൽ പ്രീമിയത്തിൽ മാത്രമേ അത് വിൽക്കാവൂ. ഓക്കെ, ഷോർട്ട് ചെയ്യുവാണെങ്കിൽ. ഈ ഒരു സിനാരിയോയിൽ എന്തുകൊണ്ടും ഡിസ്കൗണ്ടിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഓക്കെ, അപ്പം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ബയാസ് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല, ഇത് ഹൈ ബ്രേക്ക് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ പ്രൈസിന്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് ഫസ്റ്റ് നോക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ വെരി ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ ഓൾമോസ്റ്റ് മിഡ് പോയിന്റിൽ വന്ന് ക്ലോസ് ചെയ്തു. ഇതൊരു സ്ട്രോങ് ബുള്ളിഷ്നെസ് ആണ്, ബട്ട് സ്റ്റിൽ എന്താ പറയുക, ബുള്ളിഷ്നെസ് കൺഫേം ചെയ്യാൻ വേണ്ടി ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇൻവേഴ്സ് ചെയ്തിട്ടില്ല. അപ്പോൾ വെരി നെക്സ്റ്റ് ക്യാൻഡിൽ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്ത് നോക്കുമ്പോൾ സെക്കൻഡ് ക്യാൻഡിൽ വന്നിട്ട് എന്ത് ചെയ്തു, അത് ഇൻവേഴ്സ് ചെയ്തിട്ട് നമ്മുടെ ആ ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ ആ ലോല് വന്ന് റീടെസ്റ്റ് ചെയ്ത് അത് ടെസ്റ്റ് ചെയ്ത് അത് എന്താ പറയുക, ഒരു റെസ്പെക്ട് ചെയ്തു, അല്ലെങ്കിൽ ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് അത് മേലെ, അല്ലെങ്കിൽ ആ ബോഡി മേലെ ക്ലോസ് ചെയ്തു. ദിസ് മീൻസ് മാർക്കറ്റ് വാണ്ട്സ് ടു ഗോ ഹയർ. ഓക്കെ, അപ്പം ഈ ഒരു സിനാരിയോ വന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വെരി നെക്സ്റ്റ് ക്യാൻഡിൽ ബൈ ചെയ്തിട്ട് ഒബ്വിയസ്ലി നമ്മുടെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും അടുത്തൊരു ഏറ്റവും ICT എപ്പോഴും പറയുന്ന ഒരു സാധനമാണ് ലോസ്റ്റ് ഹാങ്ങിങ് ഫ്രൂട്ട്, ആ സാധനം ഫോക്കസ് ചെയ്യാറുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ഏറ്റവും ലോസ്റ്റ് ഹാങ്ങിങ് ഫ്രൂട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഹൈ ആണ്. അത് ഫോക്കസ് ചെയ്യുന്നു, എൻട്രി എടുക്കുന്നു. ഓക്കെ, സോ വിത്തിൻ ഐ തിങ്ക് 1 2 3 4 ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ്സ് അതിനുള്ളിൽ നമുക്ക് നമ്മുടെ എൻട്രി കിട്ടുന്നു. അപ്പം ഇന്നത്തെ മോർണിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കണ്ടോ, ഈ ഒരു ഇപ്പം രാവിലെ തൊട്ടുള്ള എൻട്രി നോക്കി, ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. ഏകദേശം മാർക്കറ്റ് 18 കൈൻഡ് ഓഫ് ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ആയി. എന്നിട്ട് മാർക്കറ്റ് അക്യുമുലേറ്റ് ചെയ്തു ലൈക്ക് ചെറിയൊരു ബുള്ളിഷ്നെസ് ഉണ്ടെങ്കിലും ചുമ്മാ അക്യുമുലേഷൻ മാത്രമാണ് 2 ഫേസിലും. അപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്തു, ഡിസ്ട്രിബ്യൂഷൻ ഫേസിൽ എന്താ പറയാ, തുടക്കം തന്നെ നമുക്ക് ആ എൻട്രി കിട്ടുന്നു. ഇതാണ് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫേസ് എന്ന് പറയുന്നത്. ഓവറോൾ പ്രൈസ് എവിടെ വരെ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1:7 1:7.6 അത്രയും നമുക്ക് എൻട്രി ഉണ്ട്. പക്ഷെ അത്രയും നമുക്ക് ആവശ്യമില്ല. നമ്മളെപ്പോഴും 1:1 അത് ഹാച്ച് ചെയ്ത് പഠിക്കുക ഫസ്റ്റ്, എന്നിട്ട് 2ലേക്ക് പോവുക, 3ലേക്ക് പോവുക. 3ന്റെ മേലൊന്നും ആവശ്യം പോലും ഇല്ല. 1:2 ഈസ് മോർ ദാൻ എനഫ് അപ്പോഴും. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് എൻട്രി കൺസിഡർ ചെയ്ത സാധനങ്ങൾ ഞാൻ എന്താ പറയാ, ഞാൻ കൺസിഡർ ചെയ്ത കൺഫർമേഷൻസ്, ഞാൻ കൺസിഡർ ചെയ്ത ക്രൈറ്റീരിയാസ്, ടൈം ഫ്രെയിം, ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ റീവാച്ച് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് കുറേ സാധനങ്ങൾ കിട്ടും. ഓക്കെ, അപ്പം ഇന്ന് മെയിനായിട്ട് പറഞ്ഞതിൽ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനം, ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. മൾട്ടിപ്പിൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ എങ്ങനെ ഏത് ഫെയർ വാല്യൂ ഗ്യാപ്പ് ചൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ബയാസ് ഏതാണോ അതിനനുസരിച്ച് അത് ഫ്രെയിം ചെയ്തെടുക്കും. ഓക്കെ, എപ്പോഴും ഈ ഒരു സാധനം ലൈക്ക് തമ്പ് ഓഫ് റൂൾ എന്ന് പറയുന്നത് എപ്പോഴും ഡിസ്കൗണ്ടിൽ മേടിക്കുക ആൻഡ് എന്താ പറയാ, പ്രീമിയത്തിൽ സെല് ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഭയങ്കര ക്ലീൻ ആയിരുന്നു. കാരണം നമുക്ക് ജസ്റ്റ് ആ ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിൽ ബ്രോക്ക് ചെയ്തു, എന്നിട്ട് ക്ലീൻ ആയിട്ട് നമുക്ക് 2 ഫെയർ വാല്യൂ ഗ്യാപ്സ് വന്നു. ഇപ്പം ഇവിടെയുള്ള പ്രൈസ് ആക്ഷൻ നമ്മൾ നോക്കി ഇൻവെസ്റ്റ് ചെയ്തു. അപ്പം ഇവിടെ നിന്ന് ഇപ്പോൾ സപ്പോസ് ഒരാൾ ഷോർട്ട് ചെയ്യാന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണെങ്കിൽ ഈ ഇൻവേഷൻ കിട്ടി ഇവിടുന്ന് ഷോർട്ടായി പോവാം. ഓക്കെ, പക്ഷേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓവറോൾ സാധനത്തിൽ എന്താ ഈ ഒരു
ഈ റിയാക്ഷൻ ആ ഒരു സാധനം കൺസിഡർ ചെയ്യാതെ ഇപ്പോൾ ഓവറോൾ എന്താ പറയുക, ഇന്ന് ഫുള്ള് ബുള്ളിഷ്നെസ് ആണ്, ഇപ്പോൾ ഹൈ ബ്രേക്ക് ചെയ്ത് പിന്നെ പോകേണ്ടത് എങ്ങോട്ടാ സെൽ സൈഡിലേക്ക്. അങ്ങനെ ചിന്തിച്ചിട്ട് അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല. പക്ഷെ ഈ ഒരു സിനാരിയോയിൽ അത് വർക്ക് ആവില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് മുൻകൂട്ടി ഒരു ബയാസ് ആയിട്ട് നിങ്ങൾ മാർക്കറ്റിലോട്ട് വരരുത് എപ്പോഴും. അപ്പോഴെന്താണ് റിയൽ ടൈമിൽ എന്താണ് മാർക്കറ്റ് നമുക്ക് തരുന്നത്, അതിനെ റിയാക്ട് ചെയ്യാൻ പഠിക്കും. ഓക്കെ, നല്ലൊരു ക്ലീൻ പ്രൈസ് ആക്ഷൻ ആയത് ഇന്നത്തെ. കാരണം നമുക്കൊരു പൈസ എടുത്തു, ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് റെസ്പെക്ട് തന്നു, ജസ്റ്റ് വരുന്ന ചാനലിൽ നമ്മൾ എൻട്രി എടുത്തു, ലോവസ്റ്റ് ഹാങ്ങിങ് ഫ്രൂട്ട് ആയിട്ട് നമ്മൾ ഇതെടുത്തു. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് വൺസ് യു ഗെറ്റ് ഇറ്റ്, എന്താ പറയാ, ഭയങ്കര ഈ അടിപൊളി സാധനമാണിത്. നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ബയാസ് എന്ന് പറയുന്നത് നമുക്ക് ഓൾമോസ്റ്റ് ഓൾ ദ ടൈം നമുക്ക് കറക്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ എന്താ പറയുക, ഇമോഷണലി നമ്മൾ ഓക്കെ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്താ സ്റ്റോപ്സ് കുറയ്ക്കാം, അല്ലെങ്കിൽ ഈ ഒരു സിനാരിയോയിലാണെങ്കിൽ നമ്മൾ എൻട്രി ഇവിടുന്ന് എടുത്ത് പോവാം, എന്താ ഡിസ്കൗണ്ടിൽ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യാതെ പ്രീമിയത്തിൽ തന്നെ നമ്മൾ പ്രൈസ് എടുത്തിട്ട് പോവാം. അപ്പം പ്രൈസ് നോക്കുമ്പോൾ എന്താ ഇവിടെ നിന്നൊക്കെ നിങ്ങൾ എൻട്രി എടുത്ത് കഴിഞ്ഞാൽ മിക്കവാറും ഈ ഒരു ഏരിയയിൽ എങ്ങനെ ആയിരിക്കും നിങ്ങൾ സ്റ്റോപ്പ് വെക്കുക. അല്ലെങ്കിൽ ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ സ്റ്റോപ്പ് ആയിരിക്കും. അപ്പം അത്രയൊന്നും ചെയ്യണ്ട. അപ്പൊ എന്ത് ചെയ്യും, പ്രൈസ് ഇവിടെ വന്ന് ഈ സ്റ്റോപ്പ് എടുത്തിട്ട് തിരിച്ചു പോകും, നിങ്ങൾ പോയ ഡയറക്ഷനിൽ തന്നെ പോകും. അപ്പൊ നിങ്ങൾ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആയിരിക്കും, ഓ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടുതൽ ഡോമിനന്റ് ആവുന്നത്? കാരണം ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നിട്ടുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. സോ അത് റീടെസ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ. ഓക്കെ, ഞാൻ ലൈക്ക് കുറച്ച് നല്ല ഇൻഫർമേഷൻസ് ഞാൻ ഈ വീഡിയോ തന്നിട്ടുണ്ട്. സോ റീവാച്ച് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ റീച്ച് ഔട്ട് ചെയ്യുക. സോ ലൈക്ക് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഞാൻ താഴെ കൊടുക്കാം, നിങ്ങൾക്ക് അതിൽ വന്നു കഴിഞ്ഞാൽ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് എന്താ പറയുക, പ്രൈസ് ആക്ഷൻ കൂടുതൽ പഠിക്കണം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പ്രൈസ് ആക്ഷനും ഐസിറ്റിയും ബ്ലെൻഡ് ചെയ്യുന്നൊരു സെറ്റപ്പ് വേണം എന്നുള്ള സാധനമാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ റീച്ച് ഔട്ട് ചെയ്യാം. ഞാൻ പ്രൈവറ്റ് മെൻഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ yeah, that's it. Okay, thanks for watching then. Thanks for your time. I'll see you on the next video. Okay, bye.